ഹൃദയം തുടിക്കട്ടെ, കൈകൾ ഉയരട്ടെ, ഗമനം തുടരട്ടെ യുവരക്തമേ. ധർമ്മം വിളങ്ങട്ടെ, ഹൃദയം ജ്വലിക്കട്ടെ, ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ. ഹൃദയം തുടിക്കട്ടെ, കൈകൾ ഉയരട്ടെ, ഗമനം തുടരട്ടെ യുവരക്തമേ. ധർമ്മം വിളങ്ങട്ടെ, ഹൃദയം ജ്വലിക്കട്ടെ, ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ. ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ. വ്യക്തവും ശക്തമാം നിലപാടുകൾ തീർത്ത ഭദ്രമാമാദർശം നെഞ്ചിലേറ്റി. യുക്തിയും വിദ്യയും പതറുന്ന കാലത്ത് കൃത്യമായി മുന്നിടും സംഘഭംഗി. ഹൃദയം മരിക്കാത്ത കരുണക്കരങ്ങളായി കൈത്താങ്ങു നൽകുന്ന സേവന വഴി. അടരുന്ന കണ്ണുനീരൊപ്പുന്ന കൈകളായി മാനവീയം തീർത്ത ധന്യസരണി. ഹൃദയം തുടിക്കട്ടെ, കൈകൾ ഉയരട്ടെ, ഗമനം തുടരട്ടെ യുവരക്തമേ. ധർമ്മം വിളങ്ങട്ടെ, ഹൃദയം ജ്വലിക്കട്ടെ, ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ. ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ. വർഗീയ ഫാഷിസ്റ്റ് ചിന്തകൾക്കുമേൽ തിളക്കണം ചൂണ്ടുവിരലിന്റെ ശക്തി. തടയപ്പെടാതിരിക്കണം നീതിക്കുമേൽ സംരക്ഷണം നൽകിടാൻ യുവവിളി. ആത്മസംസ്കരണത്തിൻ നല്ല മാനങ്ങളെ ഉൾവഹിച്ചുള്ള യുവതയ്ക്ക് ശാന്തി. അടയാളമാവുന്നു ടീമൊലിയും നമ്മളിൽ ധീരയുവജന്മങ്ങളായി പിറവി. ഹൃദയം തുടി. കോവിഡ് കാലത്ത് ഒരു കുട്ടി 6 വയസ്സുള്ള കുട്ടി മെഡിക്കൽ കോളേജിൽ 2 ചേച്ചിമാരിന്ന് കരയുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ? ബോഡി മൂടാനുള്ള തുണിയില്ല, കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഇല്ല, കയ്യിൽ കാശില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ സാന്ത്വനം മഹലിൽ നിന്ന് ഒരു കഫംപുട ഒരു തുണി കൊണ്ടുവന്നിട്ട് ഈ കുട്ടിക്ക് മൂടാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആംബുലൻസിൽ കൊണ്ടുണ്ട്. ഈ അട്ടപ്പാടിയിൽ ആദിവാസി കോളനിയില്ല, ഒരു കടയില്ല, ഒന്നും ഭക്ഷണം കഴിക്കാനില്ല, വിജനമായ റോഡ്. പാതിരക്ക് അട്ടപ്പാടി ആദിവാസി കോളനിയിൽ മണ്ണടക്കാട് ചുരം കയറി പോകണം. ഭയങ്കര കുത്തനുള്ള ചുരം. ഈ ചുരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ കോളനിലേക്ക് പോവാം. പിന്നെ വണ്ടി പോവില്ല, വണ്ടീനെ കുത്തനെ നിൽക്കാൻ അടിയിൽ വലിയ കട്ട ബ്ലോക്ക് നിർത്തിയിട്ട് അരമണിക്കൂർ ഈ കുട്ടിനെ താങ്ങണം. ചുറ്റും പട്ടിക്കൂട്ടങ്ങള്, ലൈറ്റില്ല, ഒരു വസ്തുല്ല, ആൾക്കാരുമില്ല. ഈ 2 പെണ്ണുങ്ങളും ഞങ്ങൾ 2 പേര് ആംബുലൻസിലും ഞാനുണ്ട്. എന്നിട്ട് ഈ കുട്ടീനെ താങ്ങി മൊബൈൽ ലൈറ്റൊക്കെ എത്തിച്ചിട്ട് പട്ടികളൊന്നും ചെയ്യില്ല, ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ നമ്മുടെ അവസ്ഥ ഉണ്ടല്ലോ. നമ്മളീ പാതിരാ സമയത്ത് വിശുദ്ധ റമദാൻ മാസത്തിൽ ഞങ്ങൾ ചെല്ലണത്. അപ്പോൾ ഒരു ഇലകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു കൂര, ഈ കുട്ടിയുടെ ബോഡി അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ കിടത്താൻ കട്ടിലില്ല. ഇങ്ങനെ 4 ഇങ്ങനെ വെച്ചിട്ട് കുറച്ചിങ്ങനെ ചെറുവീരം അതിൻ്റെ മേലെ കുട്ടീനെ കിടത്തിയിട്ട്. പക്ഷേ ഈ അമ്മമാരിൽ പൈസ തരാൻ നമ്മൾ പോരുമ്പോൾ അമ്മമാർ നിസ്സഹായായി നോക്കി നിൽക്കുന്ന അവസ്ഥ ഉണ്ട് നമ്മൾ ഈ ചുരം ഇറങ്ങി വരുമ്പോൾ. അതായത് ഈ സാന്ത്വനത്തെ സഹായിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല ഇതിന്റെ ഫലം അനുഭവിക്കുന്ന ആരൊക്കെയാണ്. അട്ടപ്പാടിയുള്ളവരും അതുപോലെ കേരളത്തിൽ ഒന്നുമില്ലാത്തവരാണ് ഈ സാന്ത്വനത്തിന്റെ ഈ ഫലം അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് സഹായിക്കുന്നവർക്കൊന്നും എന്തല്ല, ഇതൊരിക്കലും വെറുതെ ആവില്ല. ആ അമ്മമാരെ കണ്ണീര്, ആ കൂപ്പുകയും മതി, അല്ലെങ്കിൽ ആ കണ്ണിലെ തിളക്കം മതി. ഇത് നൽകുന്നവർക്കും ചെയ്യുന്നവർക്കുള്ള ഒരു വലിയൊരു പഞ്ചിങ്ങും കൽബിന്റെ ഒരു ഫീലിംഗ് കിട്ടാൻ.